ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് അതെന്തായി എന്ന് പലപ്പോഴും നിങ്ങളെങ്കിലും ഇടയ്ക്ക് ആലോചിക്കില്ലേ? എന്തൊരു കോലാഹലമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട്. എല്ലാ പ്രതികളും ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി, സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങി. കേട്ടു, ഇപ്പോൾ ഒരു ആൾ പോലും ജയിലിൽ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വർണം കിട്ടിയോ? കിട്ടിയില്ല. സ്വർണം തുണ്ടിയും തരുമ്പെങ്കിലും കിട്ടിയോ? അതും കിട്ടിയില്ല. ആരാ വാങ്ങിയത്, ആരാ കൊണ്ടുപോയത്, എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഒന്നുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT വീണ്ടും ചോദ്യം ചെയ്തു. 2025 സ്വർണം പൂശലിലാണ് നടപടി. ബോർഡംഗം അജികുമാറിനെയും ചോദ്യം ചെയ്തു. മൂന്നാം തവണയാണ് ഇരുവരെയും ചോദ്യം ചെയ്യുന്നത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയാണ് SITയുടെ നീക്കം. അതേസമയം ചോദ്യം ചെയ്യൽ PS പ്രശാന്ത് നിഷേധിച്ചു. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് PS പ്രശാന്തിന്റെ നിലപാട്. MJ പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MJ പ്രതീഷ്, 2018 സ്വർണ്ണപ്പാളി വിവാദമാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നതെങ്കിലും അന്വേഷണത്തിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ഏത് കാലവും ഉൾപ്പെടുത്താമെന്ന് ഹൈക്കോടതി പറഞ്ഞു. 2025 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതും പിന്നീട് ഹൈക്കോടതി അത് വിമർശനം ഉന്നയിക്കുന്നതും ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ആ സ്വർണ്ണപ്പാളികൾ പൂശിയതിനു ശേഷം തിരികെ കൊണ്ടുവരുന്നതുമൊക്കെ വലിയ ചർച്ചയായതാണ്. അതാണ് ഈ വിവാദത്തിന്റെ തുടക്കവും. ഇപ്പോൾ 2025 സ്വർണം പൂശിയതും അന്വേഷണ പരിധിയിലേക്ക് വരികയാണോ? PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തതിലൂടെ എന്താണ് മനസ്സിലാക്കുന്നത്? കുറ്റപത്രം തയ്യാറാവുന്നു, അതിന്റെ ഭാഗമായുള്ള മൊഴിയെടുപ്പ് മാത്രമായിരുന്നോ? അരുൺകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം, അത് എല്ലാ ബോർഡിന്റെ കാലത്തെയും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നതായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. അതിന്റെ കൂടി ഭാഗമായാണ് PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന 2025 കാലത്തെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നത്. ദ്വാരപാലക ശില്പി പാളികൾ 2025 അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയിരുന്നു. അക്കാലത്തെ ഇടപാടുകളിൽ ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടോ എന്നതാണ് പ്രധാനമായും SIT പരിശോധിച്ചത്. അതിൽ 2025 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടാണ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായും ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള നടപടിക്രമം എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ കരട് കുറ്റപത്രം തയ്യാറായിട്ടുണ്ട്. അതിന് മുന്നോടിയായി കുറച്ച് മൊഴികളിൽ ഉൾപ്പെടെ കുറച്ച് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി വീണ്ടും ചോദ്യം ചെയ്തു, മൊഴിയെടുത്തു എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിശദീകരണം. ഈ നേരത്തെ 2 തവണ PS പ്രശാന്തിനെ ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം അന്നത്തെ ബോർഡംഗമായിരുന്ന അജികുമാറിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ SIT തേടിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2019 ദ്വാരപാലക പാളികൾ ഈ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയി. ആ സംഘത്തെ തന്നെ 2025 അറ്റകുറ്റപ്പണിക്ക് ഏൽപ്പിച്ചത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2025 അവസരം ഒരുക്കിയതിൽ എന്തെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് SIT പ്രധാനമായും അന്വേഷിച്ചിരുന്നു. ഒപ്പം ഇതിന്റെ അളവുകളിലടക്കം അതിനുശേഷം 2019 കാലത്തെ ഇടപാടുകൾ മറയ്ക്കാനാണോ 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയതെന്നതാണ് പ്രധാനമായും SIT പരിശോധിക്കുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ PS പ്രശാന്തിൽ നിന്നും ആ കാലത്തെ ബോർഡ് അംഗമായിരുന്ന അജികുമാറിൽ നിന്നും SIT തേടിയിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ ഇപ്പോൾ അജികുമാറുമായി സംസാരിക്കുമ്പോൾ നേരത്തെ SIT അജികുമാറിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. ആ മൊഴി വായിച്ച് കേൾപ്പിക്കുന്ന നടപടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി കുറച്ചുകൂടി വ്യക്തത വരുത്താൻ തങ്ങളിൽ നിന്ന് വിവരങ്ങൾ എടുത്തു എന്നതാണ് നിലവിൽ ഇവർ പറയുന്നത്. ഓക്കെ, താങ്ക് യു. പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും PS പ്രശാന്തിന്റെ മൊഴിയെടുത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുറ്റപത്രം സമർപ്പിച്ച മതിയാവൂ. ഇതിങ്ങനെ എത്ര നാളിങ്ങനെ നീട്ടി കൊണ്ടുപോകും? നാളെ കുറ്റപത്രം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കുറ്റപത്രമായിട്ടില്ല. കുറ്റപത്രമാവണമെങ്കിൽ അതിൻ്റെ എല്ലാ തെളിവുകളും ശേഖരിച്ചു വരണം. തുണ്ടിമുതൽ കിട്ടുന്നില്ല, അതല്ലേ പ്രശ്നം. ഇത് എവിടെ കൊണ്ടുപോയി, ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? യഥാർത്ഥ സ്വർണം ആരുടെ കയ്യിലാണ്? ജംഷഡ്പൂരിൽ നിന്ന് ഇതിന്റെ പരിശോധനാ ലാബ് ഫല റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അതിനിടയിലാണ് 2025 സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം കൂടി ഇപ്പോൾ SIT നടത്തുന്നതും PS പ്രശാന്തിന്റെയും അജികുമാറിന്റെയും ഒക്കെ മൊഴിയെടുക്കുന്നതും.